കിട്ടാം. ഒരു 5 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു പടം, ഇതുപോലെ മാസ്, ഇതുപോലെ ടെലിഗ്രാം പടം 1,20 ലക്ഷം കണ്ടെന്ന് പറഞ്ഞു. അവർ വെറും മണ്ടന്മാരെ. ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് കേട്ടോ. കിടിലൻ. ഒരു 5 കൊല്ലപ്പുറം ഇതുപോലെ ഒരു മാസ് സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ നായകനെ നമുക്ക് പോയില്ലെന്ന് ഓർക്കുമ്പോഴാണ് പുള്ളി തിരിച്ചു വരണം. പുള്ളി രണ്ടും വേണം. പുള്ളി മുഖ്യമന്ത്രി ആകണം, പുള്ളി മാസ് ആക്ടർ ആകണം. വേറെ ലെവൽ കിടു പടം. ഇന്റർവ്യൂ തകർത്തു. എൻ്റെ മാസം എന്താ പറയുക, നമ്മൾ തിയേറ്ററിൽ നിന്ന് അറിയാതെ ഇതുപോലെ ഒരു 5 കൊല്ലം പറയുക, നമ്മൾ അറിയാതെ സീറ്റിന്റെ മുമ്പിലോട്ട് പോകും. അതുപോലെ മാസം കേട്ടോ. കിടുപടം. ടെലിഗ്രാമിൽ കണ്ടവരെല്ലാം വെറും മണ്ടന്മാര്. അതേ പറയാനുള്ളൂ. മസ്റ്റ് വാച്ച് തിയേറ്റർ കേട്ടോ. പടം അടിപൊളി, ഒന്നും പറയാനില്ല. തലപതിയുടെ വലിയ ഫാനാണ്. ഇത് മറ്റേ ട്വിറ്ററിലും മറ്റൊക്കെ ഫുൾ ലീക്കായി, HD പ്രിന്റൊക്കെ ലീക്കായി. പക്ഷെ അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. തലപതി ഇന്നും തലപതിയാ. ഇനിയിപ്പോ CM തലപതിയാണ്. ഞങ്ങൾക്ക് അവിടെ അണ്ണന്റെ സ്ഥാനം എന്നും ഇവിടെ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. നമ്മളെന്നും പൊളിറ്റിക്സിൽ ഇപ്പൊ പൊളിറ്റിക്സിൽ അങ്ങനെ പോകുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ ഗ്ലിംസ് ആയിട്ട് ചെറിയ ഡയലോഗുകൾ വന്നതൊക്കെ അതിന്റെ റെഫറൻസുകൾ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു തലപതി ഫാനിന് ഞാൻ സൂപ്പർ ഹാപ്പി ആൻഡ് അടിപൊളിയാണ്. അണ്ണന്റെ ലാസ്റ്റ് പടം എന്നുള്ളൊരു വിഷമം ഒഴിച്ച് ബാക്കിയെല്ലാം ഇറ്റ്സ് ഓപ്ഷൻ. ഉഗ്രം രസമാണ്, കണ്ടത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതെന്തായാലും എനിക്കിത് പറയാറില്ല. നമ്മള് എന്താ പറയാ, വെറുതെ ഒരു ജോളി വൈബിലൊന്ന് കണ്ടിട്ട് പോവാം. ആ മൂടാണ്. ഓഫ് കോഴ്സ് അതെല്ലാം കിട്ടിയിരിക്കും, കൺഫേം ആണ്. ആ ഒരു വൈബിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ തന്നെ വന്നിരിക്കണം. അതാണ്. ഞാനൊന്നും പറയണില്ല, കൂടുതലൊന്നും പറയുന്നില്ല. എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇന്ന് നൃത്തം കളിക്കാണ്. ഇല്ല പാറ്റയും പഴുതാരെയൊന്നും പ്രോത്സാഹിപ്പിക്കുക. സത്യം പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയെ പ്രോത്സാഹിപ്പിക്കും. ഇതുപോലത്തെ മുഖ്യമന്ത്രി നമുക്കും ഉണ്ടാവട്ടെ. ഒരു ഫുൾ ഓളാണ്. രോമൊക്കെ എഴുന്നിട്ട് ഇന്ന് നൃത്തം കളിക്കാണ്. അനിരുദ്ധിന്റെ ബീജം എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. ദൈവീതം പറയാണ്, ഈ വിജയുടെ പടം വന്നതോടുകൂടി നമ്മളെ ഉണ്ണിക്കണ്ണന്റെ ആ ഷട്ടൊന്ന് ഊരി മാറ്റുന്ന അവസരം കൊടുത്ത വിജയ്ക്ക് ഞാൻ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. മുഖ്യമന്ത്രി വിജയിക്കുന്നാലും കിടിലം പടം. ബാലയുടെ പടമൊന്നും അല്ല കേട്ടോ. ബാലയൊക്കെ വേറെ ലെവലാണ്. വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പോളി സാധനം. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ഒരു ലോജിക്ക് നോക്കണ്ട. തിയേറ്ററിലേക്ക് വരിക, നല്ല ഓളം സൃഷ്ടിക്കുക. അടിപൊളി. BGM എന്ന് പറഞ്ഞാൽ കിടിലം BGM-ആണ്. ഡാൻസ് ഒറ്റ ഡാൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല. എൻ്റെ പോലെ സത്യമായിട്ട് ഞാൻ പറയണം. അതിനകത്ത് നമുക്ക് ആ ഫുൾ എനർജി കിട്ടും. ആ പടത്തിന്റെ പൈസ നമുക്ക് മുതലാവുന്ന ഒരൊറ്റ പാട്ട് കൊണ്ട്, ആ ഒറ്റ ഡാൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. കിടിലം പടം. അതുകൊണ്ട് ഞാൻ പറയണം, ആ ഉണ്ണിക്കുട്ടൻ്റെ ഷർട്ട് അടിക്കാൻ ഒരവസരം കൊടുത്ത വിജയ് സാറിന് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഈ പാറ്റയും പഴുതാരയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി, ഇതുപോലൊരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുക. എന്തായാലും കിടിലം പടം. ഈ തീവ്രവാദമൊക്കെ എന്താണെന്നുള്ള പഠിപ്പിക്കേണ്ടത് അതെല്ലാം കാണില്ല. ഒരു ഫുൾ മൂവി കണ്ടന്റ് ഇഫക്റ്റ് ആണ് ഉണ്ടായത്. ഞാൻ ആക്ച്വലി ഒരു വിജയ് ഹേറ്റർ ആണ്. അത് ഈ മൂവി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആയിട്ട് അത് ഫുള്ളുണ്ട്. ആക്ച്വലി ഞാൻ ഒരു വിജയ് ഹേറ്റർ ആണ്. ബട്ട് തിങ് ഈസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പടം കണ്ട പോലെ ഒരു ഇതായിരുന്നു. അടിപൊളി. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് ഇന്റർവെൽ വരെ. പക്ഷെ പടം നമുക്കൊന്ന് വ്യക്തമായിട്ട് പറയണേ, പടം കഴിയണം. ഇനിയാണ് കിടക്കുന്നത്. ഇതുവരെ അടിപൊളി ഒരു ഇന്റർവെൽ പഞ്ച് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമ്മുടെ ഡാൻസ്, അതിലുള്ള ഒരു ഡാൻസ് ഉണ്ട്, കിടിലൻ ഡാൻസ്. ഒരു രക്ഷയില്ല. ഫൈറ്റ് അതിനും മുകളിലാണ്. ഇനിയാണ് വരുന്നത്. പടം കഴിഞ്ഞാൽ നമുക്ക് ഇതല്ല, ഇതിനപ്പുറം പറയാണ്ട്. അത്രയും കിടക്കുകയാണ് പടം. ഒരു രക്ഷയില്ല. ആട്ടം കണ്ട് എലമേ കണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഓൾവേസ് ഈ സിനിമ നമ്മൾ ഒന്നും നോക്കാല്ല. വിജയുടെ ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ കാണാൻ അതേ ഒരു സ്ക്രീൻ പ്രസൻസ്. പിന്നെ തുടക്കത്തിലെ കുറച്ച് സീനുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമയെ ബ്ലോക്ക് ചെയ്ത് വെച്ചത്. അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന കുറച്ച് സീനുകളുണ്ട്. പിന്നെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ HD പ്രിന്റ് അങ്ങനെ കണ്ട അതൊന്നും അല്ല സംഭവം. നിങ്ങൾ തിയേറ്റർ വന്നിട്ട് ആൾക്കാരുടെ ആ ഒരു ബഹളത്തിനിടയിൽ ഒരു അവസാനത്തെ ദളപതി സിനിമ, അത് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്യായം, ആർട്ട് വാല്യൂ ഒന്നല്ലല്ലോ. സിനിമക്കകത്ത് എൻ്റർടൈൻമെൻറ്റ് എങ്ങനെ കൊണ്ടുവരണം എന്ന് തെളിയിച്ചൊരു നടനാണ് ദളപതി വിജയ്. ആ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ നമുക്ക് സ്ക്രീനകത്ത് കിട്ടി. ഗംഭീര എൻ്റർടൈൻമെൻ്റ് ആണ്. ഡാൻസും പാട്ടും ആക്ഷനായിട്ട് ദളപതി നിറഞ്ഞാടിയിരിക്കുകയാണ്. അടിപൊളി പൈസ വസൂൽ മൂവിയാണ് പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. പ്രിന്റ് കണ്ടവർക്ക് ശരിക്കും മണ്ടത്തരന്നേ പറയാനുള്ളൂ. തിയേറ്ററിനകത്താണ് യഥാർത്ഥ ദളപതി ആട്ടം. നല്ല പടമാണ്, വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ വിജയും അമിത കൂടെയായിട്ട് നല്ല അടിപൊളിയായിട്ട്. കോമ്പോ നന്നായി വർക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ആക്ടിങ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ശോകമാണ്. പിന്നെ ഒരു വലിയ ആക്ടറിന്റെ കൂടെയുള്ള ഒരു അഭിനയം, ആ ഒരു കോംബോ നന്നായിട്ടുണ്ട്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട്.